For a few weeks, my phone was like Nikah thumb ഫ്രെയിമിൻ്റെ വീഡിയോസ് ഇട്ട അന്ന് മുതലുള്ള ക്വസ്റ്റ്യനാണ്, ക്യാൻ യു ഡു എ ഡീറ്റെയിൽ വീഡിയോ ചെയ്യാവോ, ട്യൂട്ടോറിയൽസ് ചെയ്യാവോ, ഈ ഗോൾഡൻ ലെറ്റേഴ്സ് എവിടെ നിന്നാണ് കിട്ടുന്നത്, ഹൗ ക്യാൻ ഐ പ്രിൻറ്റ് ദീസ് ലെറ്റേഴ്സ്, ഇതിനെല്ലാമായിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നുള്ളത്. First of all, these are not printed letters അല്ല, these are acrylic cuttings. ഈ ഗോൾഡൻ ആ ഒരു മെറ്റീരിയൽ എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് ആൻ ആക്രിലിക് എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിനെ ലേസർ കട്ടിങ് ചെയ്തിട്ടാണ് ഈ നെയിംസൊക്കെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിത് നെയിംസൊക്കെ കട്ട് ചെയ്യാൻ കൊടുക്കാൻ ഷോപ്പിലൊക്കെ, ലേസർ കട്ടിങ് ഷോപ്സിലൊക്കെ ഇതിൻ്റെ സൈസും ഫോണ്ടും ഒക്കെ കൊടുത്തിട്ട് അവൽസ് ഇങ്ങനത്തെ ഒരു നെയിംസ് വേണമെന്ന് പറഞ്ഞാൽ അവർ കട്ട് ചെയ്തിട്ട് തരും. പിന്നെ ഇതിന് യൂസ് ചെയ്യുന്നത് പ്ലെയിൻ ആക്രിലിക്കാണ്, ബേസായിട്ട് യൂസ് ചെയ്യുന്നത് പ്ലെയിൻ ആക്രിലിക്. ഓക്കെ, ഇതുപോലെയുള്ള 1mm ആക്രിലിക് ഷീറ്റ്സിലാണ് നെയിംസ് കട്ട് ചെയ്തിട്ട് അവർ തരുന്നത്. ഓക്കെ, അപ്പോൾ ഇതും കൂടി കിട്ടും, ഈ ഒരു സ്റ്റെൻസിലും കൂടി കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഹെൽപ്ഫുള്ളായിരിക്കും. ആൻഡ് ഇതിൻ്റെ മുകളിൽ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ട്, അത് ഓൾറെഡി അതിലുള്ളതാണ്. അത് ഇതിൽ സ്ക്രാച്ച് വരുന്നതിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലെയർ അതിലുള്ളതാണ്. ആഫ്റ്റർ ഓൾ സ്റ്റിക്കെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് ഊരിക്കളയാം. ഇതെങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് കുറേ ആൾ. ഇതിന് തന്നെ ഗ്ലൂ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുള്ളത്. ഇതിൻ്റെ ബാക്കിൽ വേറൊരു ലെയറും കൂടെയുണ്ട്, അതൊന്ന് പീൽ ചെയ്ത് കൊടുത്താൽ വി ക്യാൻ സ്റ്റിക്ക് ഇറ്റ് ഡയറക്റ്റ്ലി. പിന്നെ ഇതെങ്ങനെയാണ് സ്റ്റിക്ക് ചെയ്യുന്നത് അതിൻ്റെയൊക്കെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ഓൾറെഡി ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, അതിൽ പോയി ചെക്ക് ചെയ്യാം. ഒരു ഇൻസ്റ്റഗ്രാം റീലും ആയിട്ട് ഇട്ടിട്ടുണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സ്റ്റെൻസിൽ ഉപയോഗിച്ച് നമുക്ക് ഡയറക്റ്റ് സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിങ്ങനെ വെച്ചാൽ ഇതേ സൈസിൽ ഇതിൽ തന്നെ കട്ട് ചെയ്ത് തന്നെയാണ്. ഞാൻ A4 സൈസാണ് പറയൽ അവരോട്, A4 സൈസിൻ്റെയാണ് അധികം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സ്റ്റെൻസിലും കൂടി കിട്ടും. അപ്പോൾ ഇങ്ങനെ തന്നെ ആ നമ്പേഴ്സ്, ലെറ്റേഴ്സ് ഒക്കെ അതിൽ ബാക്കിലുള്ള അത് പീൽ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ആ തം ഇംപ്രഷൻ കൊടുക്കുന്നിടത്ത് നമ്മൾ ബാക്കിൽ ഒരു പേപ്പർ വെച്ചിട്ടാണ് അതിൻ്റെ ബോർഡേഴ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ട. ആ 3 സ്ക്വയേഴ്സ് കാണുന്നില്ലേ, അത്. സോ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഡ്രോയിങ് ഷീറ്റ്സാണ്. ആൻഡ് ഇതൊരു ഫ്രെയിം പോലെ നിങ്ങൾക്ക് ഹാങ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ടോപ്പിൽ 2 ഹോൾസ് കൊടുത്തിട്ട് അതിലൊരു ചെയിനും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങളെ ഇഷ്ടത്തിന് യു ക്യാൻ ആഡ് ഫ്ലവേഴ്സ് ഓൾസോ. ഏത് സൈഡ് വേണമെങ്കിലും നിങ്ങളൊരു ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് അതിൽ ഫ്ലവേഴ്സും ഗ്ലൂ ഗണ്ണ് കൊണ്ടോ അല്ലെങ്കിൽ ഫെവിക്വിക്ക് അങ്ങനത്തെ ഒരു ഗ്ലൂ കൊണ്ട് നിങ്ങൾക്ക് ഫ്ലവേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ദിസ് ഈസ് ദ ഫൈനൽ ഔട്ട്പുട്ട്. So if this video was helpful, please don't forget to subscribe.